Hi, hello, welcome back to the Playing 11. Viewers, please subscribe and like our channel. Suraj, welcome to the show. ചെന്നൈ വേഴ്സസ് KKR മത്സരം ചെപ്പോക്കിലെ തുടർച്ചയായ മൂന്നാം തോൽവി CSK, തുടർച്ചയായ അഞ്ചാം തോൽവി സീസണിലെ. എന്താണ് ചെന്നൈക്ക് എന്താണ് പറ്റിയത് സൂരജ്? ചെന്നൈക്ക് ഈ സീസണില് ആദ്യത്തെ 4 കളി എന്താണോ പറ്റിയത്, 5 കളി എന്താണോ പറ്റിയത് അത് തന്നെയാണ്. കണ്ടിന്യൂഷൻ ആയിരുന്നു, അല്ലാതെ പുതിയതായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നൊരു മാറ്റം മഹേന്ദ്ര സിംഗ് ധോണി ക്യാപ്റ്റനായി തിരിച്ചെത്തിയ ഒരു മാറ്റം ഒന്നും കണ്ടില്ല. എനിക്ക് അങ്ങനെ കാര്യമായിട്ട് ധോണിയുടെ ഒരു ഇമ്പാക്ട് ഉള്ള പോലെ തോന്നിയില്ല കാര്യമായിട്ട്. കാരണം ടീം സെലക്ഷനിൽ നമ്മൾ കൂവി പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, അൻഷുൽ കമ്പോജിനെ തിരിച്ചു കൊണ്ടുപോയ 11 കളിപ്പിക്കണം എന്നൊരു കാര്യം പറഞ്ഞിരുന്നു. യെസ്, അവരത് ചെയ്തു, അൻഷുൽ കമ്പോജിനെ കളിപ്പിച്ചു. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് വേറൊരു മാറ്റം ഒന്നും ടീമിൽ ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഇന്നലെയും ഡിസ്കസ് ചെയ്തു, കാരണം ഋതുരാജ് ഗായ്ക്വാദ് ഇല്ല. മേ ബി ആൻഡ്ര സിദ്ധാർത്ഥിനോ ഷെയ്ഖ് റഷീദിനോ ബേദിക്കോ ഒരു ചാൻസ് കൊടുക്കൂല. നമ്മൾ അപ്ലൈ പറഞ്ഞാൽ അതിനും ചാൻസ് ഇല്ല, ത്രിപാഠിയെ ഹൂഡനെ കളിക്കുള്ളൂ. ഈവൻ ത്രിപാഠി ആയിരുന്നു 11 ഇമ്പാക്ട് സബ് ആയിട്ട് ഹൂദനെ കൊണ്ടുവന്ന് കളിപ്പിച്ചു. അതായത് നമ്പർ 8 വന്ന് ഹൂഡനെ കൊണ്ട് ഡക്കടിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് കളിപ്പിച്ചു. സോ എന്താണ് അവരുടെ ടെംപ്ലേറ്റ്, എന്താണ് കളി ഇങ്ങനെ തോറ്റുകൊണ്ടിരിക്കണം, ബട്ട് സ്റ്റിൽ ഒരു പ്ലെയറിനെ, ന്യൂ പ്ലെയറിനെ, ഒരു യങ്സ്റ്ററിന് ചാൻസ് കൊടുത്ത് എന്താണ് അവന്റെ ഉള്ള പൊട്ടൻഷ്യൽ എന്ന് പോലും എന്താ പറയാ നോക്കാൻ പറ്റാത്ത ഒരു ലെവലിലോട്ട് കളി പോയിക്കൊണ്ടിരിക്കുന്ന CSK. കാരണം CSK ഈ പറഞ്ഞ പോലെ മോസ്റ്റ് സക്സസ്ഫുൾ ടീമിന്റെ IPL ആണ്. അവരൊരു ടെംപ്ലേറ്റ് കളിച്ചു വന്നു, അതൊക്കെ ശരിയാണ്. പക്ഷെ ആ ടെംപ്ലേറ്റിനെല്ലാം ഇപ്പോ നിലവിൽ T20 വളരെ മാറി. നമ്മളിപ്പോ ഒരു നോക്കിയയുടെ കേസ് പറയില്ലേ, നോക്കിയ പണ്ട് കാലത്ത് കിങ് ആയിരുന്നു നോക്കിയ മൊബൈല്, പിന്നെ ആൻഡ്രോയിഡ് വന്നപ്പോ നോക്കിയനെ കാണാണ്ട് പോയി. കാരണം യെസ്, നമ്മൾ ആ ഒരു ചേഞ്ചിനോട് നമ്മൾ അഡാപ്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്താണ് സംഭവിക്കുക, അതാണ് ഇപ്പോ CSKക്ക് സംഭവിക്കുന്നത്. കാരണം ഈ ഒരു ചെപ്പോക്ക് ബ്രീച്ച് ചെയ്യാന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യം ആയിരുന്നില്ല പുറമേയുള്ള ടീമുകൾക്ക്. പക്ഷെ ഇപ്പോ ഭയങ്കര എളുപ്പമാണ് ടീമുകൾക്ക് വന്ന് ചെന്നൈനെ തോൽപ്പിക്കുക എന്ന് പറയുന്നത്. ഈവൻ ഇന്നത്തെ കാര്യം എടുത്താൽ പറയാ, ഫസ്റ്റ് ഒരു ഇനീഷ്യൽ കൊളാപ്സ് ഒന്നും CSKക്ക് ഉണ്ടായിട്ടില്ല. നമ്മളിപ്പോ അങ്ങനെ വിചാരിക്കണ്ട. കാരണം നമ്മൾ സ്കോർ ബോർഡ് നോക്കിയാൽ 100 റൺ ആൾ ഔട്ട് ചെയ്യുന്നത് നമ്മൾ വിചാരിക്കണ്ട. ഓക്കെ, ഫസ്റ്റ് 2 ഓവറിൽ 4-ന് 3 വിക്കറ്റ് പോയി, 5-ന് 4 വിക്കറ്റ് പോയി, ആ ഒരു കൊളാപ്സ് എന്നാണ് വന്നതെന്നൊന്നും വിചാരിക്കണ്ട. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. ഫസ്റ്റ് 4 ഓവറിൽ ആ ഒരു വിക്കറ്റേ പോയിട്ടുള്ളൂ. അപ്പോഴും ഇവർ അടിച്ചിട്ടില്ല. ഫസ്റ്റ് 4 ഓവറിൽ 16 റണ്ണ്, ഫസ്റ്റ് 4 ഓവറിൽ 16 റണ്ണ്. ഫസ്റ്റ് 3 ഓവർ വിക്കറ്റ് പോവാതെ ഫസ്റ്റ് 3 ഓവറിൽ 16 റണ്ണ്, വിക്കറ്റ് പോയി അവർ മേഡിന് ബാക്കി. അങ്ങനെ ഫസ്റ്റ് 4 ഓവറിൽ 16. എന്താണ് ഇവരുടെ ഇന്റന്റ്? വന്ന് രച്ചിൻ രവീന്ദ്രയും കോൺവേയും വന്ന് ധോണി പോസ്റ്റ് മാച്ചിൽ പറഞ്ഞു, ഞങ്ങൾക്ക് 2 ക്വാളിറ്റി ബാറ്റേഴ്സ് ആണ് ഓപ്പണേഴ്സ് ഉള്ളത്, അവർ സ്ലോഗ് ചെയ്യാത്ത പ്ലേയേഴ്സാണ്, കൺവെൻഷണൽ പ്ലേ ചെയ്യുന്നത്. കൺവെൻഷണൽ ഷോട്ട് കളിച്ച് നിങ്ങൾ എവിടെ എത്തണം? നിങ്ങൾ 150 പോലും അടിച്ചെത്തുന്നില്ല. ബാക്കിയുള്ള ടീമുകള് 200-230 പ്ലാൻ ചെയ്ത് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കൺവെൻഷൻ ഷോട്ട് അടിച്ച് എവിടെ കളിപ്പിക്കുക? 6 ഓവറിൽ നിങ്ങൾ എല്ലാ കളിയും 40 റണ്ണ്. കഴിഞ്ഞ കളിയിൽ എനിക്ക് തോന്നുന്നു 55 റണ്ണോ 59 റണ്ണോ, അത് 220 ചേസ് ചെയ്യുമ്പോൾ. സോ ഈ കൺവെൻഷനെ കളി കളിച്ചിട്ട് എവിടെ എത്തും എന്നാണ് ഈ പറയണത്. എനിക്ക് സത്യമായിട്ടും മനസ്സിലാവുന്നില്ല. കാരണം ഇന്നിപ്പോ രുദ്രാജിന്റെ പരിക്ക് മൂലം രുദ്രാജ് പുറത്തു പോകുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, ഓൾറെഡി ടീമിന്റെ ബാറ്റിങ്ങിൽ വലിയൊരു ഹോൾ ഉണ്ട്. രുദ്രാജും കൂടി ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ടീം അട്ടപടലാവുമെന്ന് പറഞ്ഞു എക്സാക്ട്ലി സംഭവിച്ചു. കാരണം ഒരാള് പോലും ഒരു നല്ലൊരു നോക്ക് പറയാൻ ഇന്നൊരു ട്രൈ പോലും ചെയ്തില്ല. ഒരു ട്രൈ ചെയ്ത് തോക്കുകയാണെങ്കിൽ വലിയ പ്രശ്നമില്ല. ഒരു കോൺവേയുടെ സൈഡിൽ നിന്നാലും ശരി, രച്ചിൻ രവീന്ദ്രന്റെ സൈഡിൽ നിന്നാലും ശരി, ഒരു ഇന്റന്റേ ഇല്ല, കളിക്കുന്നതിനൊരു ഇന്റന്റേ ഇല്ല. ബാക്കി നീ പറ. അതായത് ആ പവർ പ്ലേയില് വിജയ് ശങ്കറിന് 2 ഡ്രോപ്പ് ക്യാച്ച് ഉണ്ടായിരുന്നു. ആ 2 ഡ്രോപ്പ് ക്യാച്ച് പോലും ഇല്ലെങ്കിൽ ആ 6 ഓവറിൽ 30 റൺ എന്നുള്ള പോലും ഉണ്ടായിരുന്നില്ല, 20ലേക്ക് ഒതുങ്ങിയാണ്. ഈ 6 ഓവറിൽ 20 എന്ന് പറയുന്നത് ഒരു 10 വർഷം മുന്നേ വൺഡേയില് അതന്നെ 2-3 വിക്കറ്റ് അപ്പോഴും പവർ പ്ലേയിൽ പോയിട്ടുള്ളൂ. 2 വിക്കറ്റേ പോയിട്ടുള്ളൂ. ബോംബെ രജിൻ രവീന്ദ്ര മാത്രമേ പോയിട്ടുള്ളൂ. ആ 2 വിക്കറ്റ്, ഈ 6 ഓവറിന് 20 എന്ന് പറയുന്നത് ഒരു 10 വർഷം മുന്നേ വൺഡേയിൽ ഉണ്ടായിരുന്ന സ്കോറാണ്. ഇപ്പൊ വൺഡേയിൽ പോലും റണ്ണേ ബോൾ എന്നുള്ള ഒരു ഫോർമാറ്റിലേക്ക് അവരിപ്പോ സ്റ്റാർട്ടിങ്ങിൽ എത്തി തുടങ്ങി. ഇന്ത്യയുടെ അപ്രോച്ച് തന്നെ കാണാം. പക്ഷെ ഈ CSKയുടെ കളി കാണുമ്പോൾ IPL സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ എന്തോ എന്റെ ചെറുപ്പത്തിൽ IPL സ്റ്റാർട്ടിംഗ് സ്റ്റേജിലൊക്കെ ചില ടീം കളിച്ചിരുന്ന പോലെ ഓർമ്മ വരുന്നുണ്ട്. അതുപോലെയാണ് ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത്.
എന്തിനാണ് അവരിങ്ങനെ കളിക്കുന്നതെന്ന് പോലും നമുക്ക് മനസ്സിലാവാത്ത. ഇപ്പോ 20 ഓവറിൽ എല്ലാ ടീംസും ഇപ്പോൾ SRH കഴിഞ്ഞ വർഷം അവർ കംപ്ലീറ്റ് മാറ്റി. 200 ഇപ്പോ സിമ്പിൾ ആയിട്ട് എല്ലാ ടീമും സ്കോർ ചെയ്യുന്ന ഒരു സീസണിൽ 100 പോലും, അതും ഇപ്പോൾ വിക്കറ്റ്സ് കൊഴിഞ്ഞു പോയിട്ടല്ല അവര് 100ലേക്ക് ഒതുങ്ങിയത്. അവർക്ക് ഇങ്ങനെ കളിക്കണ്ട എന്നുള്ള രീതിക്ക് തന്നെയാണ് അവർ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോ ശിവൻ ദൂബയ്ക്ക് ഭയങ്കര എടുക്കായിരുന്നു. ധോണി ഫസ്റ്റ് ബോളിൽ തന്നെ വന്നിട്ട് എന്തെങ്കിലും ഒരു ഷോട്ട് ചെയ്യായിരുന്നു. അതൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും വരുന്നു എങ്ങനെയെങ്കിലൊക്കെ കുറച്ച് കളിക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ വരുന്ന പോലെ. ആ മൈൻഡ് സെറ്റ് ആണ് അവരുടെ ഏറ്റവും വലിയ പ്രോബ്ലം. അല്ലാതെ പ്ലെയേഴ്സിന്റെ പ്രശ്നമോ അങ്ങനെയൊന്നുമല്ല എനിക്ക് തോന്നിയത്. ആ ടീമിന്റെ ടോട്ടൽ ഡ്രസ്സിംഗ് റൂമിലെ ടോട്ടൽ മൈൻഡ് സെറ്റ് ആ ഇന്റന്റ് എവിടെയൊക്കെയോ ലോസ് ആയ പോലെ. യെസ്, എനിക്ക് ഓൾറെഡി ധോണിനെ തിരിച്ച് ക്യാപ്റ്റൻസിയിലോട്ട് ഇവരൊരു 44 വയസ്സുള്ള ഒരു പ്ലെയറിനെ തിരിച്ച് അവർ ക്യാപ്റ്റൻസിലോട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നതോടെ എനിക്ക് താല്പര്യമില്ല. കാരണം വേറൊരു യങ്സ്റ്റർ ഇല്ല, അല്ലെങ്കിൽ വേറൊരു പ്ലെയർ ഇല്ല. പിന്നെ ഉള്ളത് ജഡേജയാണ്. ജഡേജനെ ഓൾറെഡി ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ആയിട്ട് അവർ ആ ക്യാപ്റ്റൻസി പകുതി സീസണിൽ വെച്ച് മാറ്റിയ പ്ലെയറാണ്. ഇവൻ ജഡേജന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 18 കോടിക്ക് റീറ്റെയിൻ ചെയ്ത പ്ലെയറാണ്. എന്താണ് ആ പ്ലെയറിന്റെ കയ്യിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ? 10 കോടിക്ക് എടുത്ത പ്ലെയറാണ് അശ്വിൻ. അശ്വിന്റെ സൈഡിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ എന്താണ്? അശ്വിൻ ഇന്നും നമ്മൾ കഴിഞ്ഞ കളിയെല്ലാം പറഞ്ഞു ഋതുരാജിന് ബോളിംഗ് ചേഞ്ച് കൊടുക്കാൻ അറിയുന്നില്ല, അശ്വിനെ പവർ പ്ലേയിൽ കൊണ്ടുവന്ന് അടിവാങ്ങിപ്പിക്കുന്നു. അശ്വിൻ ഇന്നും ധോണി 4ാമത്തെ ഓവർ എറിയാൻ വേണ്ടി ധോണി കൊണ്ടുവന്നു, വീണ്ടും അടി കണ്ടു. സോ അശ്വിനെ കൊണ്ട് ആ പവർ പ്ലേ റോൾ ചെയ്യാൻ കഴിയുന്നില്ല. എനിക്ക് തോന്നുന്നു ഓപ്ഷന്റെ ആ ടേബിളിൽ തന്നെ ഇവർ ചിലപ്പോൾ തീരുമാനിച്ചിട്ടുണ്ടാവും, ഓക്കെ അശ്വിൻ 2 ഓവർ അല്ലെങ്കിൽ 1 ഓവർ പവർ പ്ലേയിൽ ചെയ്യും, വേറെ ബൗളേഴ്സ് ഇല്ല എന്നുള്ള ചിലപ്പോൾ പ്രീ ടൂർണമെന്റ് തന്നെ അവരൊരു പ്ലാൻ എടുത്തിട്ടുണ്ടാവും. ആ പ്ലാൻ അക്കോർഡിംഗ് ആയിട്ടാണ് അശ്വിൻ ചെയ്യുന്നത്. അശ്വിനെ ഡെലിവറി ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അശ്വിന്റെ സ്കിൽ പ്രോബ്ലം ആണ്. ഓക്കെ, അശ്വിൻ ഈസ് എ ലെജൻഡ് ഓഫ് പ്ലെയർ. നമ്മുടെ അറിവിൽ ഒരു ഒരു ഓഫ് സ്പിന്നർ, ലെജൻഡ് ഓഫ് ഓൾറൗണ്ടർ ആണ്, അതൊന്നും സംശയമില്ല. ബട്ട് ആളുടെ പ്രൈം ആൾ പാസ് ചെയ്ത് കഴിഞ്ഞു. ഇനിയും ആ ഒരു 10 കോടിക്ക് അയാളിനെ എടുത്തിട്ട് അയാളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിൽ എന്ത് കാര്യം എന്ന് എനിക്ക് അറിയില്ല. ഈവൻ ഇന്നത്തെ കളി പറ. അശ്വിനും ജഡേജൊക്കെ ഫീൽഡിൽ ടയേർഡ് ആയ പോലെയാണ്. ആ ഓവർ എറിയാൻ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ആ സിറ്റുവേഷൻ അനുസരിച്ച് പോലെ, അല്ലെങ്കിൽ ആ ബാറ്റ്സ്മാന്റെ മൈൻഡ് സെറ്റ് അവര് ഒന്ന് റീഡ് ചെയ്തിട്ടല്ല എറിയുന്നത്. ജസ്റ്റ് വന്ന് എറിഞ്ഞു പോകുന്നു, അതിനനുസരിച്ച് അടി കിട്ടുന്നു എന്നുള്ള രീതിക്കാണ്. ഓപ്പോസിറ്റ് നമുക്ക് കൃണാൽ പാണ്ഡ്യയൊക്കെ ആ ഒരു ഓവറിൽ എന്താണ് ചെയ്യുന്നത്, RCBയുടെ കളിയിലൊക്കെ മെയിൻ ആയിട്ടുള്ള കൃണാൽ പാണ്ഡ്യയൊക്കെ എറിയുന്നത് ആ ഓവറിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് മാത്രം ഫോക്കസ് ചെയ്ത് ചെയ്യുന്നതാണ്. അശ്വിന്റെ ഇന്നത്തെ ആ ബോളിലൊക്കെ ഭയങ്കര ഹാഫ് മിഡ് വേയില് ബോൾ പിച്ച് ചെയ്തിട്ട് എറിയുന്നത്. നരേനാണെങ്കിൽ നല്ലൊരു സ്ലോഗ് ചെയ്യുന്ന ഒരു പ്ലെയറുമാണ്. ആ നരേൻക്കൊക്കെ അങ്ങനെ ബോൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് 6 4 എന്തായാലും പോകും. എന്താ അവർ ആ ഒരു പ്ലാൻ ബി ഇല്ലാത്തൊരു ടീം പോലെയാണ്. അവർക്കൊരു പ്ലാൻ ഇല്ല. നേരത്തെ എന്തോ പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട്, അത് ഞങ്ങൾ ഫോളോ ചെയ്യുന്നു, ആ ഒരു രീതിക്കാണ് അവർ പോകുന്നത്. അല്ലാതെ ആ പ്ലേ കറക്റ്റ് ആ കളിയുടെ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഒന്നും കാണില്ല. സോ നരേന് ഇന്ന് 4 6 ആണ് പവർ പ്ലേ അടിച്ചത്. അത് സ്റ്റാറ്റ് പറയാം. നരേന് 4 6 അടിച്ച്. ടൂർണമെന്റിൽ ഇതുവരെ CSK പവർ പ്ലേയിൽ അടിച്ചത് 3 സിക്സർ. 6 കളി കളിച്ചിട്ട് പവർ പ്ലേയിൽ അവർ അടിച്ച സിക്സിന്റെ എണ്ണം 3 ആണ്. ഇതിലേ ഉണ്ട് അവർ ഇന്റന്റ് എവിടെ നിൽക്കുന്നത്. കാരണം ഓരോ പ്ലേയേഴ്സും വന്ന് ഓരോ ഓവറിലാണ് പവർ പ്ലേയിലെല്ലാം 2 3 സിക്സ് അടിക്കുന്നത്. പക്ഷെ ആ ഒരു അത് ഒരു സൈഡ് നിൽക്കുമ്പോൾ ഇവർ 3 6 ആണ് 6 കളികളിൽ നിന്നായിട്ട് ഒരു ടീം അടിക്കണമെന്ന് പറയുമ്പോൾ അതും തന്നെ ആ ടീമിന്റെ ഇന്റന്റ് എത്രമാത്രം ഡൗൺ ആണെന്ന് പറയുന്നത്. കാരണം നമ്മൾ പോയി വീണ്ടും പറയുന്ന യങ്സ്റ്റേഴ്സ് ഉണ്ട്, അവർക്കായിരിക്കും ചാൻസ് കൊടുക്കുക. ഈ നമ്മളിപ്പോഴും പറയുന്ന ആ ട്രെൻഡ് മാറി, T20യുടെ ട്രെൻഡ് ഓൾമോസ്റ്റ് മാറി. നിങ്ങൾ അതിലോട്ട് അഡാപ്റ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? നമ്മൾ ഫെയിലിയർ ആയി തന്നെ പോകും. കാരണം അതിനെന്താ പറയാൻ കാരണം അതിൽ ടെക്നിക്കലി വേറൊരു വശവും കൂടെ ഉണ്ട്. കാരണം T20 എപ്പോഴാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ആവുന്നത്? നമ്മളെ ഏറ്റവും കൂടുതൽ ഫെമിലിയർ ആവുന്നത് 2007 വേൾഡ് കപ്പിലാണ്. 2008 IPL നടന്നു. 2007 ഇന്ത്യ T20 വേൾഡ് കപ്പ് ജയിച്ചതിന് ശേഷം ആ ഒരു പോപ്പുലാരിറ്റിയിൽ വെച്ചിട്ട് 2008 IPL എന്ന് പറഞ്ഞ ടൂർണമെന്റ് തുടങ്ങും. അന്നാണ് ഈ T20 എപ്പോഴും ഇത്രയും ഫെമിലിയർ ആവുന്നത്. അപ്പം ഉണ്ടായിരുന്ന സെറ്റ് ഓഫ് പ്ലേയേഴ്സ് ഏതൊക്കെയായിരുന്നു? ഓൾറെഡി നമ്മുടെ സേവാഗ്, സച്ചിൻ, രാഹുൽ ദ്രാവിഡ്, MS ധോണി, ആ ഒരു സെറ്റ് ഓഫ് ജനറേഷൻ ഓഫ് പ്ലേയേഴ്സ്. അതിന്റെ താഴെ ഇപ്പോൾ വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, മനീഷ് പാണ്ഡെ, അതിന്റെ താഴെയുള്ള സെറ്റ് ഓഫ് പ്ലേയേഴ്സും. ഈ സെറ്റ് ഓഫ് പ്ലേയേഴ്സ് എല്ലാം അവരുടെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു ക്രിക്കറ്റ് പ്ലെയർ എപ്പോൾ അവന്റെ സ്കിൽ ഡെവലപ്മെന്റ് തുടങ്ങും? ഒരു മിനിമം ഒരു 12 വയസ്സ് 10 വയസ്സെന്ന് വെച്ചു. അപ്പം മുതൽ അവന്റെ ട്രെയിനിങ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് അവന്റെ സ്കിൽ ഡെവലപ്മെന്റ് തുടങ്ങി വെച്ചു. ആ ജനറേഷൻ ഓഫ് പ്ലേയേഴ്സ് എന്തിനു വേണ്ടിയായിരിക്കും സ്കിൽ ഡെവലപ്മെന്റ് ചെയ്തിട്ടുണ്ടാവുക?
വൺ ഡേ ക്രിക്കറ്റിനും ടെസ്റ്റ് ക്രിക്കറ്റിനും. അന്ന് അവര് സ്കിൽ ഡെവലപ്മെന്റ് ചെയ്യുന്ന സമയത്ത് T20 എന്നുള്ള വിഷയം ഇല്ല. അപ്പൊ അവര് സ്കിൽ ഡെവലപ്മെന്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ടെസ്റ്റിനും ODIക്കും വേണ്ടി സ്കിൽ ഡെവലപ്മെന്റ്. അവരുടെ കരിയറിലെ മിഡിൽ നിന്നാണ് T20 എന്ന് പറഞ്ഞൊരു സാധനം ഇൻട്രൊഡ്യൂസ് ആവുന്നതും. സോ അവര് മാസ്റ്റർ ചെയ്യുന്ന സ്കില്ല് ടെസ്റ്റിനും ODIക്കും വേണ്ടിയിട്ടായിരിക്കും. എന്നിട്ട് ആ സ്കില്ല് എങ്ങനെ ഇതിലോട്ട് അപ്ലൈ ചെയ്യാം, T20 എങ്ങനെ അപ്ലൈ ചെയ്യാം എന്ന് അപ്ലൈ ചെയ്ത് കളിച്ച പ്ലേയേഴ്സ് ആയിരുന്നു ആ ജനറേഷൻ ഓഫ് പ്ലേയേഴ്സ്. ബട്ട് ഇപ്പോൾ 2-3 വർഷമായിട്ട് വരുന്ന സെറ്റ് ഓഫ് പ്ലേയേഴ്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സോ കോൾഡ് ജെൻസി കാറ്റഗറിയിലുള്ള ആ ഒരു എറയിലുള്ള പ്ലേയേഴ്സ് ആണ്. ആ പ്ലേയേഴ്സിനെ എടുക്കുമ്പോൾ ഈവൻ 2008 IPL തുടങ്ങുമ്പോൾ ചിലപ്പോൾ അതിൽ ജനിക്കാത്ത പ്ലേയേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ആ പ്ലേയേഴ്സിന് 3-4 വയസ്സുള്ള പ്ലേയേഴ്സ് ഉണ്ടാവും. കാരണം അവരൊരു 10 വയസ്സ് സമയത്ത് അവർ കാണുന്നത് IPLന്റെ പീക്കാണ്. സോ അവർക്ക് അപ്പൊ തന്നെ അവർക്ക് ആ ഒരു സ്കിൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ക്രിക്കറ്റ് ആണ് എന്റെ പ്രൊഫഷൻ എന്ന് തിരഞ്ഞെടുക്കുന്ന ആ ടൈമിൽ തന്നെ അവർക്ക് മനസ്സിലായി യെസ് T20 ആണ് ഫ്യൂച്ചർ. നമ്മൾ സ്കിൽ ഡെവലപ്പ് ചെയ്യേണ്ടത് പവർ ഹിറ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഒരു ഓവറിൽ എത്ര സിക്സ് അടിക്കാം, 6 ബോളിൽ 6 സിക്സ് അടിക്കാൻ പറ്റുമോ, 6 ബോളിൽ 5 സിക്സ് അടിക്കാൻ പറ്റുമോ, 30 ബോളിൽ സെഞ്ചുറി അടിക്കാൻ പറ്റുമോ, 35 ബോളിൽ സെഞ്ചുറി അടിക്കാൻ പറ്റുമോ, ആ ഒരു സ്കിൽ ഡെവലപ്മെന്റ് ആണ് അവർ 10 വയസ്സ് മുതലേ ട്രൈ ചെയ്യുന്നത്. ആ 10 വയസ്സ് മുതലേ സ്കിൽ ഡെവലപ്മെന്റ് ചെയ്തതാണ് ഇന്ന് 20-22 വയസ്സുള്ള പിള്ളേര് വന്ന് T20 കാണിക്കുന്നത്. അതാണ് ഈ പ്രിയൻ ഷാരിയ പറഞ്ഞ പ്ലേയേഴ്സ് കാണിക്കുന്നത്. അതാണ് ഈ പുതിയ ബൗളേഴ്സ് വന്ന് കാണിച്ചു തരുന്നത്. സോ ആ ഒരു സെറ്റ് ഓഫ് പ്ലേയേഴ്സിന്റെ അവരുടെ മെന്റാലിറ്റിയെ വേറെയാണ്. വിക്കറ്റ് പോയാൽ പോട്ടെ, ഞാൻ ഫസ്റ്റ് മുതൽ അടിക്കാൻ പോകണം, 5 വിക്കറ്റ് പോയി നിൽക്കണ, ഞാൻ വന്ന് ഇറങ്ങി അടിക്കാൻ പോകണം അടുത്ത ബോൾ 6. സോ ആ ഒരു മെന്റാലിറ്റി നിൽക്കുന്ന ആൾക്കാരോടാണ് നിങ്ങൾ ഫൈറ്റ് ചെയ്യണത്. സോ അതിന്റെ 100% വേണ്ട, ഒരു 50% ഇന്റന്റെങ്കിലും കാണിക്കണ്ട. ആ ഇന്റന്റ് കാണിക്കാതെ എങ്ങനെ ജയിക്കാൻ പറ്റുന്നതാണ്? ശരിയാണ്, ഹൃദ പറഞ്ഞത് ശരിയാണ്. നമുക്ക് ആ ഒരു സെറ്റ് ഓഫ് മൈൻഡ് സെറ്റ് ഓഫ് പ്ലേയേഴ്സ് ആണ് ഇപ്പൊ നമുക്ക് വന്നിരുന്നത്. അതിനൊരു പ്രൈം എക്സാമ്പിൾ ആണ് അഭിഷേക് ശർമ്മ. എത്ര ഫെയിലിയേഴ്സ് ഉണ്ടെങ്കിലും ആദ്യത്തെ ബോൾ മുതലേ പവർ ഹിറ്റിംഗ്, ഞാൻ ആദ്യത്തെ ബോൾ മുതലേ സിക്സ് അടിക്കും, മിനിമം ഞാൻ 200 സ്ട്രൈക്ക് റേറ്റ് ഞാൻ കളിക്കൂ എന്ന് ഒരു എക്സാമ്പിൾ ആണ് അഭിഷേക് ശർമ്മ. അതുകൊണ്ട് ടീമിന് എത്ര ഒരു കഴിഞ്ഞ IPL സീസണിൽ 14 കളിയിൽ ചിലപ്പോൾ ഒരു 7 കളി അഭിഷേക് ശർമ്മ ഫെയിലിയർ ആയിരിക്കാം. പക്ഷെ ആ ഇന്ത്യന്റെ ആള് മാറ്റാത്തത് കൊണ്ടാണ് SRH ഒരു ഫൈനൽ വരെ വന്നത്. അത് തന്നെയാണ് ഈ വർഷവും അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ആ സെറ്റ് ഓഫ് മൈൻഡ് സെറ്റ് ഓഫ് പ്ലേയേഴ്സ് ആണ് ഇന്ന് 95% ക്രിക്കറ്റിൽ ഇന്ന് കളിക്കുന്നത്. വൺ ഡേയിലായാലും T20 രോഹിത് ശർമ്മയൊക്കെ ആ പ്ലേയേഴ്സിന്റെ അവരുടെ കൂടെ ഓടാൻ വേണ്ടിയിട്ടാണ് പ്ലേ സ്റ്റൈൽ കംപ്ലീറ്റ് ആയിട്ട് മാറി ഇന്ന് T20 ഫോർമാറ്റ് പോലെ വൺ ഡേയിൽ കളിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യൻ്റെ കൂടെ കളിക്കണം എന്ന് പറഞ്ഞിരുന്നത്. ഇങ്ങനെയാണ് രോഹിത് ശർമ്മയൊക്കെ മാറ്റി വന്നത്. കാരണം നമ്മൾ അറിയാം, ഇന്ത്യ 2022 വേൾഡ് കപ്പിൽ തോറ്റത് എന്തുകൊണ്ടാണെന്നുള്ളത്. ഇന്ത്യൻ്റെ ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് തോറ്റത്. അപ്പൊ ആ ഒരു പീരീഡിലേക്കാണ് ഇപ്പോൾ CSK കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഫസ്റ്റ് വരുന്നു, ബോൾ ലീവ് ചെയ്യുന്നു, ഞങ്ങൾ പിച്ച് കണ്ടീഷൻ പഠിക്കുന്നു, എന്നിട്ട് 6 ഓവറിന് ശേഷം രചിൻ രവീന്ദ്രൻ കോൺവേയും വന്ന് ഫസ്റ്റ് 4 ഓവർ പിച്ച് റീഡ് ചെയ്ത് ബാറ്റ് നല്ല സീസൺ ചെയ്യുക. നല്ല സീസൺ ചെയ്തിട്ട് ആ പിച്ച് കണ്ടീഷൻ എങ്ങനെയാന്ന് പോയിട്ട് അപ്പൊ തന്നെ രണ്ടാളും ഒരുമിച്ച് പോയി ഡഗ്ഔട്ടിൽ പോയി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ളവർ വന്ന് ത്രിപാഠിയും അവനൊക്കെ വന്ന് അതേ കളി കളിക്കുന്നു. ഇന്ന് പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ മോദി പറഞ്ഞ കാര്യമാണ്, നല്ല പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്തില്ല. പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യണമെങ്കിൽ സാർ കം ടു ബാറ്റ്. നമ്പർ 9 പോയിട്ടല്ല ബാറ്റ് ചെയ്യുക. സോ വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് ടു ധോണി ആളുടെ ആ ഒരു പ്രൈം പാസ് ചെയ്ത് കഴിഞ്ഞു. പ്രൈം പാസ് ചെയ്ത് കുറച്ച് കാലമായി. വെരി ഹൈ ടൈം ടു കോൾ എ റിട്ടയർമെന്റ്. ബട്ട് ഇപ്പോഴും ഈ പറഞ്ഞ പോലെ ബിസിനസിന് വേണ്ടിയും ബ്രാൻഡ് വാല്യൂവിന് വേണ്ടിയിട്ടും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് ധോണിയുടെ മേലെ വലിയൊരു താങ്ക്സ് ഉണ്ട്. ഒരു പഴയ നൊസ്റ്റാൾജിക് വൈബ് തിരിച്ചു കൊണ്ടുവന്നതിന്. കാരണം നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള 1980s സയ്യിദ് കിർമാന്റെ ടൈമിലെല്ലാം അവർ ബാറ്റ് ചെയ്യാൻ വരുന്നത് ഈ പറഞ്ഞതുപോലെ നമ്പർ 9 നമ്പർ 10 അവർ ബാറ്റ് ചെയ്യാൻ വരിക. കാരണം അവരുടെ പ്രൈമറി സ്കില്ല് കീപ്പിംഗ് ആയിരിക്കും. അതിനെ കോംപ്ലിമെന്റ് ചെയ്യാൻ അവർക്ക് ചിലപ്പോൾ ബാറ്റിംഗ് ഉണ്ടെങ്കിലായി, ബട്ട് പ്രൈമറി സ്കില്ല് അവർ വിക്കറ്റ് കീപ്പിങ്ങിന് വേണ്ടി മാത്രമായിരിക്കും ടീമിൽ ഒരാളിനെ കെപ്റ്റ് ചെയ്യുക. സോ അങ്ങനെയാണ് ഇപ്പോൾ CSKയിൽ ധോണി കളിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അതിനെ കടന്നു വരാൻ നമ്മൾ ഒരുപാട് ടൈം എടുത്തു. ഈവൻ സംഘക്കാര, ഗിൽക്രിസ്റ്റ്യൻ പോലത്തെ പ്ലേയേഴ്സ്, അവർ ടോപ്പ് ഓർഡർ ബാറ്റേഴ്സ്, അവരുടെ പ്രൈമറി സ്കില്ല് ബാറ്റിംഗ് ആണ്. ബട്ട് അവർക്ക് കീപ്പിങ്ങിൽ കോംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന പ്ലേയേഴ്സ് വന്നു. ബട്ട് ഇന്ത്യയും ആ ടൈമിൽ മാറിയില്ല. ഇന്ത്യ അപ്പോഴും മോങ്ക്യാനം പോലത്തെ പ്ലേയേഴ്സിനെ ക്യാരി ചെയ്ത് വേൾഡ് കപ്പ് വരെ പോയി കളിച്ചു. വിക്കറ്റ് വേൾഡ് കപ്പ് എല്ലാം കളിച്ചിട്ട് വന്നു. പിന്നെ രാഹുൽ ദ്രാവിഡിനെ കൊണ്ട് ഫോഴ്സ് ചെയ്ത് വിക്കറ്റ് കീപ്പിംഗ് ഒക്കെ ചെയ്യിപ്പിച്ച് ഒരു ബാറ്റർ അഡീഷൻ ആക്കാൻ. അത് ബ്രേക്ക് ചെയ്തത് ശരിക്കും പറഞ്ഞ ധോണിയാണ്. അതിൽ നോ ഒഫൻസ്, അത് ഓപ്പൺ ആയിട്ട് പറയാം. അത് ബ്രേക്ക് ചെയ്ത് ഇത്രയും ബാറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു കീപ്പർ ഫസ്റ്റ് ടൈം വന്നത് ധോണിയാണ്. അതിനുശേഷം ഇപ്പോൾ ഉള്ള എല്ലാ കീപ്പേഴ്സ് എടുത്ത് നോക്കിയാലും ടോപ്പ് ഓർഡർ ബാറ്റേഴ്സ് ആണ്.
സോ ഇപ്പൊ പഴയ ധോണി ഇപ്പൊ പഴയ കീപ്പേഴ്സിനെ ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണ്. കാരണം നമ്പർ 9 നമ്പർ 10 കാരണം ആള് പറയുന്നു പോസ്റ്റ് പ്രസന്റേഷനിൽ മിഡില് പാർട്ട്ണർഷിപ്പ് വന്നില്ല എന്ന്. നമ്പർ 6 അശ്വിനെ പറഞ്ഞു വിട്ട എങ്ങനെ പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യും? ജഡേജ വരുന്നു, ജഡേജ ശേഷം ഹൂഡ വരുന്നു. ഹൂഡയുടെ ഇൻക്ലൂഷൻ എനിക്ക് സീരിയസ്ലി മനസ്സിലായില്ല. ഓക്കെ, ധോണി വന്ന് ഔട്ടായി, ഇനിയും ഒരു ബാറ്ററും കൂടി വേണമെന്ന് പറഞ്ഞിട്ട് ഹൂഡനെ കൊണ്ടുവരികയാണെങ്കിൽ അത് മനസ്സിലാവും. കാരണം അപ്പോഴും ധോണി വന്നിട്ടില്ല. ഒരു പതിരാന എന്ന് പറയുന്ന അവരുടെ ഏസ് ബൗളർ അവർ സാക്രിഫൈസ് ചെയ്ത് ഹൂഡനെ ഫ്രണ്ടിൽ പറഞ്ഞയച്ചു. അപ്പോഴും ജെമി ഓവർടൺ അവിടെ ഇരിക്കുന്നുണ്ട്. എന്നാൽ ഓവർടണെങ്കിലും പറഞ്ഞയക്കാം, ഇൻ കേസ് ഒരു ബൗളിംഗ് ഓപ്ഷനെങ്കിലും ആയിരുന്നുണ്ട്. ഇനിയിപ്പോൾ 100 റണ്ണിൽ എന്ത് ബൗളിംഗ് ഓപ്ഷൻ ഉണ്ടായിട്ടും കാര്യമില്ല. വീണ്ടും ഇന്ന് 100 റണ്ണേ ഉള്ളൂ ജയിക്കാൻ കളി. ആര് 8ാമത്തെ ഓവർ 9ാമത്തെ ഓവറാണ് നൂർ അഹമ്മദ് എറിയാൻ വന്നത്. അപ്പത്തേക്കും കളി തീർന്ന്. ഞാൻ അത് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോഴും അശ്വിൻ 2 ഓവർ കഴിഞ്ഞിട്ടാണ് നൂർ അഹമ്മദിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ടൂർണമെന്റിലെ ബെസ്റ്റ് ബൗളറാണ് നൂർ അഹമ്മദ്. എന്നിട്ടും അശ്വിന്റെ 2 ഓവർ കഴിഞ്ഞിട്ടാണ് നൂർ അഹമ്മദിനെ കൊണ്ടുവരുന്നത്. സോ ഈ ഋതുരാജ് ചെയ്ത അതേ ടെംപ്ലേറ്റ് ആണ് ധോണിയും ചെയ്യുന്നത്. സോ എനിക്ക് വലിയ ഡൗട്ട് ഉണ്ട്, ഋതുരാജിന് ഇതിൽ വലിയ റോളൊന്നും ഉണ്ടായിരുന്നില്ല ക്യാപ്റ്റൻസിൽ. ആള് പ്രീ ഡിഫൈൻ ചെയ്ത് കൊടുത്ത കുറെ കാര്യങ്ങൾ ഋതുരാജ് ചെയ്യാന്നല്ലാണ്ട് ആളുടേതായിട്ടുള്ള ഇൻപുട്ട് ഒന്നും ഉണ്ടെന്ന് എനിക്ക് സീരിയസ്ലി തോന്നുന്നില്ല. ഋതുരാജിനെ ഒരുപാട് ക്രിറ്റിസൈസ് ചെയ്തതിൽ ഞാൻ ഇപ്പൊ ശരിക്കും റിഗ്രറ്റ് ചെയ്യുന്നു. തീർച്ചയായും ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇന്നത്തെ കളിയോട് നമുക്ക് മനസ്സിലായി, ഋതുരാജിന്റെ ക്യാപ്റ്റൻസിനെ നമ്മൾ ഇനി ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. CSK ഇപ്പോഴും ഫോളോ ചെയ്യുന്നത് ഓപ്ഷനിൽ അവരെന്താണോ തീരുമാനിച്ചിരുന്നത്, അന്ന് അവരെന്താണോ സ്ട്രാറ്റജി ആയിട്ട് അവര് ഫിക്സ് ചെയ്തത്, അത് തന്നെയാണ് ഇന്ന് കൊണ്ടത്. നൂർ അഹമ്മദ് കളിയിലേക്ക് വരുമ്പോൾ തന്നെ പർപ്പിൾ ക്യാപ്പ് വിന്നറാണ്. ആ പർപ്പിൾ ക്യാപ്പ് വിന്നർ അല്ല, ഹോൾഡർ. ആ നൂർ അഹമ്മദ് പവർ പ്ലേയിൽ ബോൾ ജയിക്കാതെ അശ്വിനെ ബോൾ ജയിപ്പിച്ച് സെയിം ഋതുരാജ് എന്താണോ ചെയ്തത് അത് തന്നെയാണ് ഇന്ന് ധോണിയും ചെയ്തത്. എന്നിട്ട് കളി കുറച്ചുകൂടെ ലാസ്റ്റ് എൻഡിലേക്ക് പോയതിനു ശേഷം നൂർ അഹമ്മദ് വരുന്നു, നരേന്റെ വീക്ക് സോൺ ഏതാണെന്ന് മനസ്സിലാക്കുന്നു, ഓവർ പിച്ച് ചെയ്തിട്ട് സ്റ്റെമ്പിലേക്ക് കുറച്ചുകൂടി പേസിൽ എറിയുന്നു, വിക്കറ്റ് എടുക്കുന്നു. അപ്പൊ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇത് ഋതുരാജിനെ നമുക്ക് ബ്ലെയിം ചെയ്യാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. CSKയുടെ ഓൾറെഡി ഒരു ടെംപ്ലേറ്റ് CSK ഓൾറെഡി ഫിക്സഡ് ആണ്. അതിപ്പോ അവരത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റിഗാർഡ്ലെസ്ലി അവർ ജയിക്കുന്നോ തോൽക്കുന്നൊന്നും അവർ കൺസിഡർ ചെയ്യുന്നില്ല. അവർ ഈ സീസണിലെ 14 കളിയും ഇതുപോലെ തന്നെയാണ് പോവാന്നാണ് നമുക്ക് തോന്നുന്നത്. ധോണി ഇപ്പോഴും എന്തുകൊണ്ട് നമ്പർ 9 വന്ന് എനിക്കറിയില്ല. മേ ബി സുനിൽ നാരായണയും വരുൺ ചക്രവർത്തി ഓവർ ചെയ്യാണ്ടെന്ന് വെച്ചിട്ടാണോ എന്ന് അറിയില്ല. കാരണം ആ രണ്ടുപേരുടെയും എഗെയിൻസ്റ്റ് ആളുടെ റെക്കോർഡ്സ് എന്ന് പറയുന്നത് വളരെ ശോകമാണ്. കാരണം 55 അന്താണ് ആളുടെ സ്ട്രൈക്ക് റേറ്റ്. രണ്ടാൾക്കെതിരെ 6-7 പ്രാവശ്യം ഔട്ടായിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ നമ്പർ 9 ഒരു വിക്കറ്റ് കീപ്പർ വരുന്നുണ്ടെങ്കിൽ ഒരാള് ഒരു സ്ലോട്ട് വേസ്റ്റ് ചെയ്യാണ്. ശരിക്കും ഒരു 10 ആളെ വെച്ച് ടീം കളിക്കുന്ന പോലെ, 10 ആളോ 9 ആളെ വെച്ച് ടീം കളിക്കുന്ന പോലെയാണ് ഇപ്പോൾ CSK ഉള്ളത്. സോ നമുക്ക് KKRന്റെ സൈഡും കൂടി ജസ്റ്റ് പറയാം. KKRന്റെ സൈഡിൽ നിന്നും ബ്യൂട്ടിഫുൾ ആയിട്ട് ക്യാപ്റ്റൻസി ചെയ്തു. എനിക്ക് സത്യം പറഞ്ഞാൽ ടോസ് എടുത്ത് നമ്മൾ ആ ടോസ് ഇട്ടപ്പോൾ തന്നെ ഡിസ്കസ് ചെയ്തു, എന്താ ടോസ് എടുത്തിട്ട് ഒരു ഫസ്റ്റ് ബൗൾ ചെയ്യണേ, ബെസ്റ്റ് ബാറ്റ് ചെയ്തൂടെ. പക്ഷെ കറക്റ്റായിട്ട് പറഞ്ഞു, ഞാനിവിടെ കഴിഞ്ഞ 3 കൊല്ലം ഇവിടെ കളിച്ചിട്ടുണ്ട്. കുറെ കാലം മൊയിൻ അലി ഇവിടെ കളിച്ചിട്ടുണ്ട്. സോ മൊയിൻ അലിന് അതിനാണ് ഞാൻ തിരിച്ചു കൊണ്ടുവന്നത് ഈ ഒരു ഗെയിമിന് വേണ്ടിയിട്ട്. മൊയിൻ അലിക്ക് എന്താണ് കൊടുത്ത ജോലി മൊയിൻ അലി ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തു. സോ ഇത്രയും കാലം പറഞ്ഞു പവർ പ്ലേയിൽ അശ്വിൻ എറിയുന്നതുകൊണ്ടാണ് ലീക്ക് വന്നത്. മൊയിൻ അലി കാണിച്ചു തന്നു പവർ പ്ലേയിൽ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. മൊയിൻ അലി ഈവൻ ഒരു മീഡിയൻ ഓവർ വരെ എറിഞ്ഞിട്ട് പോയി. സോ ബ്യൂട്ടിഫുൾ ആയിട്ട് ക്യാപ്റ്റൻ ചെയ്തു. ഒരു രക്ഷയില്ല. ഇവർക്ക് കളിക്കാൻ ഒരു ഇന്റന്റ് ഇല്ല എന്ന് മാത്രമല്ല, ഇവർക്ക് കളിക്കാൻ ഒരു ചാൻസ് പോലും സുനിൽ നാരായണ ചക്രവർത്തി കൊടുത്തില്ല. പേസേഴ്സ് ആയിക്കോട്ടെ, വൈഭവ് വരാരെയും ഹർഷിത് റാണയൊക്കെ സൂപ്പറായിട്ട് ചെയ്തു. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ പോസിറ്റീവായിട്ടുള്ള തുടക്കം. ഓക്കെ 100 റണ്ണേ ഉള്ളൂ, അവര് ബാക്ക് ഫുട്ടിലൊന്നും പോയില്ല, വന്നു അടി. സുനിൽ നരേനും ഡീകോക്കും അവര് ചെന്നൈ ഈ പിച്ചിൽ തന്നെയാണോ കളിച്ചെന്ന് ഡൗട്ട് തോന്നിക്കും വിധമുള്ള ഒരു മാച്ചായിരുന്നു. സെക്കൻഡ് ഇന്നിങ്സ് ആയിരുന്നു KKRന്റെ സൈഡിൽ നിന്ന് ഉണ്ടായത്. സോ KKR ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ കളി തോറ്റതും ഒരു 4 റണ്ണിനാണ്, അത് ഹൈ ചേസിങ് ഉണ്ടായിട്ടും. സോ എല്ലാ മാച്ചസും അവർ ഇന്റന്റ് കാണിക്കുന്നുണ്ട്. KKR ഒരു റൈറ്റ് ഓഫ് ഫെയിന്റെ ടീമേ അല്ല. പ്രത്യേകിച്ച് രഹാനയുടെ ഫോമും ഇത് ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ രഹാന അടിച്ചു. അവർ 6 ഫ്ലിക്ക് ചെയ്ത് വിട്ട എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ടൈം ചെയ്ത് അടിക്കുന്നത്. കൺവെൻഷനൽ ആയിട്ട് കളിക്കണമെന്ന് പറഞ്ഞാൽ കൺവെൻഷനൽ ആയിട്ട് അങ്ങനെ സ്കോറും ചെയ്യണം, അല്ലാണ്ട് കൺവെൻഷനൽ ആയിട്ട് ബാറ്റ് സീസൺ ചെയ്തിട്ട് കാര്യമില്ല. സോ എനിക്ക് CSK ഇനി ഒരു മടങ്ങി വരവ് ഈ സീസണിൽ എനിക്ക് കാണുന്നില്ല.
അത് മാത്രമല്ല എൻ്റെ ഒരു ഓർമ്മയിൽ ഇത്രയും വേസ്റ്റ് ആയിട്ടുള്ള ഒരു നമ്മൾ ഒരുപാട് ടീം അടുപ്പിച്ച് തോൽക്കുന്ന കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 7 8 കളിയെല്ലാം ഡൽഹി ഡെയർ ഡെവിൾസ് ഒരു സീസണിൽ തോറ്റിട്ടുണ്ട്. JP ഡുമിനി അതെ എല്ലാം അതെ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് 7 8 കളി അടുപ്പിച്ച് കളി തോറ്റിട്ടൊക്കെ ഉണ്ട്. 10 കളിയോ എന്തോ അടുപ്പിച്ച് തോറ്റിട്ടുണ്ട്. ആ ടീമിൽ പോലും ഒരു ഇന്ത്യൻ JP ഡുമിനി പറഞ്ഞ ഒരാൾ മിഡിൽ വന്ന് ഒരു ഹോപ്പ് കൊടുത്തിരുന്ന ഒരു ഫൈറ്റ് കാഴ്ചവെച്ചിരുന്നു. ഒരു ഫൈറ്റ് പോലും കൊടുക്കാതെ എല്ലാ കളിയും തോറ്റു കൊടുക്കുന്ന ഒരു ടീം ഞാൻ എൻ്റെ IPL ചരിത്രത്തിൽ ഇത്രയും വേസ്റ്റ് ആയിട്ടുള്ള ഒരു ടീമിനെ കണ്ടിട്ടില്ല. വേസ്റ്റ് ടീം എവർ ഇൻ ദ IPL ടു പ്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ CSK 2025 എന്ന് പറയും. ഞാൻ കുറച്ച് ഹാർഷായിരിക്കും, ബട്ട് ഇതൊന്നും ഈ ചെന്നൈക്കെതിരെയോ ധോണിക്കെതിരെയോ പറയണതല്ല. ധോണി നമ്മളെന്ത് പറയുന്നു, റെസ്പെക്ട് ചെയ്യുന്നു. കാരണം 3 ICC ട്രോഫി നേടുന്ന പ്ലെയറാണ്, 5 പ്രാവശ്യം IPL വിൻ ചെയ്ത പ്ലെയറാണ്. പക്ഷെ ഇതൊരു സ്പോർട്ടാണ്. നമ്മളെന്ത് പറയാ, സിനിമയല്ലല്ലോ BGM ഇട്ടിട്ട് നടന്നു വന്ന ആരാധകർ കൈതട്ടാന്. സ്പോർട്ടില് നമ്മൾ ഗ്രൗണ്ടിൽ ഇറങ്ങിയാൽ പെർഫോം ചെയ്യണം. മറ്റേത് ജയിലറിനെ പോലെ BGM ഇട്ട് വന്ന് അനിരുദ്ധ് BGM ഇട്ട് എഡിറ്റ് ചെയ്ത് കയറ്റി കഴിഞ്ഞാൽ എന്ന് തിയേറ്ററിൽ നടന്നാൽ കൈയടിക്കാൻ ആൾക്കാരുണ്ടാവും. പക്ഷെ ഇത് സ്പോർട്ടാണ്. സ്പോർട്ടില് നമ്മൾ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിച്ചാലേ കയ്യടി കിട്ടുള്ളൂ. പക്ഷെ ഇവിടെ ചുമ്മാ DJ എന്തിനൊക്കെ വെറുതെ നിൽക്കണേനും DJ ഇടുന്നു, വൈഡ് ബോൾ ഇട്ടാലും DJ ഇടുന്നു. ഇത് ശരിയാണ്. എനിക്ക് തോന്നുന്നത് ചെന്നൈ ടീമും ചെന്നൈ മാനേജ്മെന്റും ഈ സീസൺ കളിക്കുന്നത് ആ ഗ്രൗണ്ടിലുള്ളത് 40,000 പേർക്ക് വേണ്ടിയിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ 40,000 ആൾക്കാരെ എന്റർടൈൻ ചെയ്യിക്കുക, ആ TRP മാക്സിമം പുഷ് ചെയ്യിക്കുക, അടുത്ത കളിയിലേക്ക് ഹൈ പ്രൈസിലേക്ക് അടുത്ത 40,000 ആൾക്കാരെ അട്രാക്ട് ചെയ്യിക്കുക എന്നത് മാത്രമാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അല്ലാതെ നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യണമെന്നോ നല്ലൊരു ടീമിനെ കൊണ്ട് കളിപ്പിക്കണമെന്നോ നല്ല രീതിക്ക് ഫൈറ്റ് ചെയ്യാൻ പോലും, ഈവൻ അവർ ജയിച്ച മുംബൈയുടെ കളി പോലും ഫൈറ്റ് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയില്ല. ഇന്ന് മുംബൈയുടെ മാത്രം ഡ്രോബാക്ക് ഉള്ളതുകൊണ്ടാണ് മുംബൈ തോറ്റുപോയത്. അല്ലാതെ ചെന്നൈ അങ്ങനെ ഫൈറ്റ് ചെയ്ത് ജയിച്ചതായിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല. മുംബൈയും കളി തോക്കുന്നുണ്ട് പറയുന്നത്, കംപ്ലീറ്റ്ലി പക്ഷെ അവര് ഫൈറ്റ് ആയിട്ടാണ് തോക്കുന്നത്. ഇതൊരു ഫൈറ്റും ഇല്ല. ഞാൻ നമ്മളെ ഉദ്ദേശിച്ചത് തോൽക്കുന്നതിനെ ചെന്നൈ പറയുന്നില്ല. മുംബൈ ആയിട്ട് ജയിച്ചത്. കളിയിൽ 2 പോസിബിലിറ്റി ഉള്ളൂ, ഒന്ന് തോക്കുക ഒന്ന് ജയിക്കുക. പക്ഷെ അത് എങ്ങനെ തോക്കുന്നത്? ഇതിപ്പോ ഇതന്നെ ഇവരൊരു 150 140 ഒക്കെ എടുത്തിട്ട് പോയി. ലാസ്റ്റ് ഒരു 18 ഓവറിൽ അവർ ഫിനിഷ് ചെയ്ത് ജയിച്ചാൽ ഓക്കെ, നിങ്ങളൊരു കൊളാപ്സ് ഉണ്ടായി, ഒരു 150 വരെ എടുത്തിട്ട് പോയി, ട്രൈ ചെയ്തു, തോറ്റു. പക്ഷെ ഇതൊരു ട്രൈ പോലും ഇല്ല, ഒരു ഇന്റന്റ് പോലും ഇല്ല. ചുമ്മാ വന്ന് ടെസ്റ്റ് കളിക്കുന്ന പോലെ. ഇപ്പൊ വൺ ഡേ പോലും ഈ ഒരു റേറ്റിൽ ആരും കളിക്കുന്നില്ല. 4 റൺസ് പെർ ഓവർ വൺ ഇത് ഡേ പോലും ആൾക്കാർ കളിക്കുന്നില്ല. അപ്പോഴാണ് ഇവർ T20 വന്നിട്ട് 4 റൺസ് പെർ ഓവർ എല്ലാം കളിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അത്രേ ഇന്ന് എനിക്ക് പറയാനുള്ളൂ. സോ എന്താ പറയാ, ചെന്നൈ ഫാൻസ് ആരാധകരെ ആലോചിക്കുമ്പോൾ വളരെ സങ്കടമുണ്ട്. അവർ ഇപ്പൊ ഇത്രയും IPL ഇരുന്ന് അവർ ഫോളോ ചെയ്ത് ഇത്രയും ലെഗസി ആയിട്ടുള്ള ടീമിന് ഇത്രയും വലിയൊരു ഡൗൺഫോൾ കാണാൻ. സോ അതാണ് ഇന്ന് മൊത്തം പറയേണ്ടത്. ജസ്റ്റ് നാളത്തെ 2 കളി ജസ്റ്റ് ടച്ചപ്പ് ചെയ്യാം സുരേഷ്. നാളെ ലക്നൗ വേഴ്സസ് ഗുജറാത്ത്, ഹൈദരാബാദ് വേഴ്സസ് പഞ്ചാബ്, 2 മാച്ചസ് ആണ് ഉള്ളത്. ഫസ്റ്റ് മാച്ച് ലക്നൗ വേഴ്സസ് ഗുജറാത്ത്, ലക്നൌവിലാണ് നടക്കുന്നത്, ഇക്കാന സ്റ്റേഡിയത്തിൽ. സോ എന്താണ് പോസിബിലിറ്റീസ്, ആരാണ് അഡ്വാൻറ്റേജ്? എനിക്ക് ഗുജറാത്ത് ജയിക്കുന്നതാണ് തോന്നുന്നത്. ഞാൻ ഗുജറാത്തിന്റെ കൂടെയാണ്. ഗുജറാത്തിന്റെ ഫോം, ഗുജറാത്ത് ടീമിന്റെ ഫോം സൂപ്പർ ഫോമിലാണ് ഉള്ളത്. വലിയ ഗ്രൗണ്ടും ആണ്. സോ ഗുജറാത്തിന് എന്താ പറയാ, അവരുടെ ടോപ്പ് ഓർഡർ ബ്രില്യൻ ഫോമിലാണ്. ഒപ്പം സിറാജും പ്രസിദ്ധ് കൃഷ്ണയും എല്ലാം സൂപ്പർബ് ആയിട്ടുള്ള ഫോമിൽ. മേ ബി നാളെ റബാഡ കളിച്ചാലും കളിക്കും. റബാഡയും കൂടി ആ പേസ് അറ്റാക്കിൽ വന്ന ഡെഡ്ലി കോംബോ ആയിരിക്കും ആ പേസ് അറ്റാക്ക് എന്ന് പറയുന്നത്. ബട്ട് ഈ പറഞ്ഞതുപോലെ LSG അവരുടെ 2 പ്ലെയറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ടൂർണമെന്റ് ഇതുവരെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. മാർഷ് ആൻഡ് നിക്കോളാസ്. ഇവർ രണ്ടാളിനെയും ഡിപ്പെൻഡ് ചെയ്താൽ നിൽക്കുന്നത്. ഇവർ രണ്ടാർക്കും ഒരുമിച്ച് ഒരു ഓഫ് ഡേ വന്നു കഴിഞ്ഞാൽ എന്താണ് അവരുടെ പ്ലാൻ എന്നുള്ളത് സ്റ്റിൽ നമ്മൾ കണ്ടറിയണം. 28 കോടിയുടെ പന്ത് ഇപ്പോഴും ടൂർണമെന്റിലോട്ട് എത്തിയിട്ടില്ല. അത് വേറൊരു ടോക്കിംഗ് പോയിന്റ്. സോ നാളെ നമുക്ക് കാണാം. നിഷസ് ഗോയിങ് ഫോർ ദാറ്റ് മാച്ച്. ഗുജറാത്ത് ആണ് എന്റെയും ഫേവറേറ്റ് ടു വിൻ ദാറ്റ് മാച്ച്. അടുത്തത് സൺറൈസേഴ്സ് വേഴ്സസ് പഞ്ചാബ്. വീണ്ടും ഹൈദരാബാദിലാണ് കളി. 2 പൊട്ടൻഷ്യൽ ആയിട്ട് ഒരു ഹൈ സ്കോറിംഗ് മാച്ച് സംഭവിക്കാനുള്ള ഒരു ചാൻസ് ആണ്. ഈ പറഞ്ഞതുപോലെ സൺറൈസേഴ്സ് മാച്ചിന് 300 പോകുന്നു. ഓരോ കളി 160 140 പറഞ്ഞിട്ട് ആൾ ഔട്ടായി പോകുന്നു. സോ നാളെ സൺറൈസേഴ്സിന്റെ ഒരു ഒന്നല്ലെങ്കിൽ അടിച്ചാ 300, ഇല്ലെങ്കിൽ 120. സോ നാളെ സൺറൈസേഴ്സിന്റെ ഒരു കംബാക്ക് ഉണ്ടാവും. ഞാൻ പ്രതീക്ഷിക്കുന്നത് സൺറൈസേഴ്സിന്റെ കംബാക്ക് ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഹൈദരാബാദിലെ അവരുടെ ഹോം ഗ്രൗണ്ടില്
അഭിഷേക് ശർമ്മയും ഹെഡിന്റെയും സ്റ്റാർട്ട് പോലെ ഇരിക്കും. പവർ പ്ലേയിൽ അവർ വിക്കറ്റ് പോവാതെ അവർ ജയിച്ചത്. അവരും ഈ പറഞ്ഞ പോലെ രണ്ട് പ്ലേയേഴ്സിനാണ് ഓവർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ക്ലാസ്സിനെ നമ്മൾ മാറ്റി നിർത്താം. അഭിഷേക് ശർമ്മയും ഹെഡും നല്ലൊരു സ്റ്റാർട്ട് കൊടുത്തിട്ട് പവർ പ്ലേയിൽ ഒരു 90+ ആണെങ്കിൽ ഹൈദരാബാദ് ജയിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഹൈദരാബാദ് തോൽക്കും. അവരിതുപോലെ തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഹൈദരാബാദ് നാളെ പഞ്ചാബിന് കീഴടക്കുന്നതാണ്. കാരണം ശ്രേയസ് അയ്യർ ആ ഫസ്റ്റത്തെ ഒരു കളി അയച്ചു ബാക്കി ശ്രേയസ് അയ്യറിന്റെ വലിയൊരു ഇമ്പാക്ട് എനിക്ക് ബാറ്റിംഗിൽ കണ്ടിരുന്നില്ല. ലാസ്റ്റ് കളി ഒക്കെ നല്ല കളിച്ചിരുന്നു. പ്രിയൻ ഷാരിയ എല്ലാവരും കളിച്ചിരുന്നു. പക്ഷെ അപ്പോഴും അവർക്കൊരു പ്രിയൻ ഷാരിയ ഒഴിച്ചുള്ള ബാക്കിയുള്ള ടോപ്പ് ഓർഡർ മിഡിൽ ഓർഡർ കംപ്ലീറ്റ്ലി ഫെയിലായിരുന്നു. ശശാങ്ക് സിംഗിന്റെ ഒരു ക്യാമിയോ ലാസ്റ്റ് ഒരു ക്യാമിയോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരും ബേസിക്കലി ഒരു വീക്ക് സൈഡ് തന്നെയാണ് ബാറ്റിംഗ് നോക്കുമ്പോൾ. നാളെ ആരാണോ പവർ പ്ലേയിൽ നന്നായി കളിക്കുന്നത് അവരായിരിക്കും നാളെ ജയിക്കുക. എനിക്ക് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നത് ഹൈദരാബാദ് ആയിരിക്കും എന്നാണ് ഞാൻ ഫേവർ ചെയ്യുന്നത്. യെസ്, നാളെ ഞാനും ഹൈദരാബാദിനെ ചൂസ് ചെയ്യുന്നു. മേ ബി അവർക്കൊരു കംബാക്ക് നടത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. സോ ദാറ്റ്സ് ഇറ്റ്. അതാണ് ഇന്നത്തെ പറയാനുള്ളത്. വളരെ ഡിസപ്പോയിന്റിംഗ് ആണ് സത്യം പറഞ്ഞ ഇന്നത്തെ മാച്ചിന് ശേഷം CSK ഇങ്ങനത്തെ ഒരു ഡൗൺഫോൾ കാണുന്നതിലും ഒരു ക്രിക്കറ്റ് ആരാധകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ വലിയൊരു CSK ഫാൻ അല്ല, ബട്ട് സ്റ്റിൽ എനിക്ക് എന്ത് ചെയ്യുന്നു, ഒരു ക്രിക്കറ്റ് ഫാൻ എന്ന നിലയ്ക്ക് ക്രിക്കറ്റ് ഒരു സ്പോർട്ട് ഒരാളിലേക്ക് ചുരുങ്ങുമ്പോൾ കാണുമ്പോൾ ഭയങ്കര ഹേർട്ടിംഗ് ആണ്. സോ അതാണ് ഇന്നത്തെ പറയാനുള്ളത്. നമ്മൾ ഈ 18 വർഷമായിട്ട് IPL കാണുന്ന ഒരു ക്രിക്കറ്റ് ഫാൻ എന്ന നിലയ്ക്ക് നമ്മൾ CSKന്റെ ഒരു ഓപ്പോസിറ്റ് ടീമാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നതെങ്കിലും CSKന്റെ ഇങ്ങനെ ഒരു ഡൗൺഫോൾ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഫാനിന്റെ ഒരു പോസ്റ്റ് കണ്ടിരുന്നു ഇൻസ്റ്റാഗ്രാമില്. 18 വർഷത്തിനിടയ്ക്ക് ചെന്നൈ സ്റ്റേഡിയത്തിൽ നിന്ന് ഒരു മെട്രോ 10:30 കളി കഴിഞ്ഞ് പോകുന്ന ആൾക്കാർക്കുള്ള ഒരു മെട്രോ ട്രെയിൻ ഉണ്ടായിരുന്ന ആദ്യമായിട്ടാണ്. എന്താ നമ്മൾ പറയേണ്ടതെന്ന് പോലും അറിയാത്ത പോലെ അതെ, ഇന്ന് ഏറ്റവും കൂടുതൽ ബോൾസ് സ്പെയർ ആയിട്ട് ചെന്നൈ തോക്കുന്ന എന്നാണ്. അടുപ്പിച്ച് 5 മത്സരം തോക്കുന്ന എന്നാണ്. മൂന്നാമത്തെ കളി അടുപ്പിച്ച് ഹോം ഗ്രൗണ്ടിൽ തോക്കുന്നത് എന്നാണ്. ഒരുപാട് അൺവാണ്ടഡ് റെക്കോർഡ്സും ഇന്ന് ചെന്നൈക്ക് ഉണ്ടായിരുന്നു. യെസ്, ലാസ്റ്റ് ആയിട്ട് ജസ്റ്റ് ഒരു വേർഡ് മാത്രം പറഞ്ഞ് നിർത്താൻ. നമ്മുടെ ബാറ്റ്സ്മാൻ സീരീസിൽ പറയുന്ന ഒരു വാചകമുണ്ട്, either you die as a hero or live long enough to see yourself as a villain. അതാണ് ധോണിക്ക് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് കാണാം അടുത്ത മാച്ചിന് ശേഷം. താങ്ക് യു സൂരജ്, താങ്ക് യു ഫോർ ജോയിനിങ്.